Hi everyone, welcome back to my classroom. Today's topic is fund flow statement. It is a new chapter, fund flow statement. Okay. Introduction about the fund flow statement. Balance sheet to disclose the financial position at the end of the year, and it is a static statement. The management is interested to know what changes occurs in the balance sheet figures between two balance sheet dates. The statement prepared to show the changes in assets, liabilities and owner's equity of a business is called a statement of changes in financial position. These include fund flow statement and cash flow statement. Statement of changes in financial position prepared on working capital basis. It is called fund flow statement. The statement of changes in financial position is prepared on cash basis. It is called cash flow statement. അപ്പോൾ എന്താണ് പറയുന്നത്? ബാലൻസ് ഷീറ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്ന എന്താണ്? ഫിനാൻഷ്യൽ പൊസിഷനാണ്. അത് ഇയർ എൻഡിൽ അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അവിടെ ചേഞ്ച് ഒന്നും പോസിബിൾ അല്ല. ഒരു എക്സാക്റ്റ് ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അതിൻ്റെ ഫിഗേഴ്സ് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ മാനേജ്മെൻറ്റിന് എന്തറിയാൻ ആഗ്രഹം ഉണ്ടാവും, രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റ്സിനകത്ത് അസറ്റ്സിൽ, ലയബിലിറ്റീസിൽ, ഓണേഴ്സ് ഇക്വിറ്റിയിലൊക്കെ വന്ന ചേഞ്ചസ് അറിയാൻ താല്പര്യമുണ്ടായിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യും? ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ടു നോ ദി ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷനിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനായിട്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ബേസിലും പ്രിപ്പയർ ചെയ്യാറുണ്ട്, ക്യാഷ് ബേസിലും പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ മീനിങ് ഓഫ് ദി ടേം ഫണ്ട്. ഇൻ നാരോ സെൻസ് ഫണ്ട് മീൻസ് ക്യാഷ്. ഇൻ എ ബ്രോഡർ സെൻസ് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ. ഓക്കെ, ഇപ്പോൾ നാരോ സെൻസിൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷാണ്, ബ്രോഡർ സെൻസിൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്. അല്ലെങ്കിൽ all the financial resources, capital of all the financial resources of the business. But the fund is commonly used, it's a popular sense, as a working capital or a net current asset. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫണ്ട് എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നെറ്റ് കറണ്ട് അസറ്റ്. നെറ്റ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലെവലിറ്റി മാറ്റി വെച്ച് ബാക്കിയുള്ള കറണ്ട് അസറ്റാണ് നെറ്റ് കറണ്ട് അസറ്റ്. അത് തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. Thus, for accounting purpose and for preparing fund flow statement, the term fund means working capital of organization. That means excess of current assets over current liability. അപ്പോൾ നമ്മൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ നാരോ സെൻസിൽ ക്യാഷാണ്, ബ്രോഡർ സെൻസിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഫണ്ട് കോമൺ ആയിട്ട് പറയുമ്പോൾ, പോപ്പുലറായിട്ട് പറയുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് കറണ്ട് അസറ്റ് എന്നൊക്കെ പറയാം. പക്ഷേ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ ഇതിൽ ഫണ്ട് എന്ന് മീൻ ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു, അതിൽ ഫണ്ട് എന്താണെന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മൾ ഇനി ഫ്ലോ ഓഫ് ഫണ്ട്, ഫണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഫ്ലോ ഓഫ് ഫണ്ട് എന്താണ്? ഫണ്ടിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ദി ടേം ഫ്ലോ മീൻസ് മൂവ്മെൻറ്റ്. യുനോ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ദി ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ദി ഫണ്ട്. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? മൂവ് ചെയ്യാണല്ലേ ഫണ്ടിൻ്റെ ഫ്ലോ. ആ ഫ്ലോനെ മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാലാണ് ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ട് ഇങ്ങോട്ട് വരും, പുറത്തേക്ക് പോകും അല്ലേ. ഫണ്ട് ഫേമിന് ഉള്ളിലേക്ക് വരുമ്പോൾ ഇൻഫ്ലോ ആണ്, ഫണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഔട്ട്ഫ്ലോ ആണ്. ഫ്ലോ ഓഫ് ഫണ്ട് ഇൻക്ലൂഡ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. The term flow of fund means transfer of economic value from one asset or equity to another. The flow of fund is said to have taken place when any transaction makes changes in the amount of funds available before happening of the transaction. In effect, transaction results in increase of fund are called inflow of fund. ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഓഫ് ഫണ്ട്. ഈ ഒരു ട്രാൻസാക്ഷൻ സംഭവിക്കുന്നു, അതിൽ ഫണ്ട് കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫണ്ട് ഇങ്ങോട്ട് വന്നു എന്നാണ്, ഇൻഫ്ലോ ഓഫ് ഫണ്ട് എന്നാണ്. ആൻഡ് ട്രാൻസാക്ഷൻ വിച്ച് ഡിക്രീസ് ദ ഫണ്ട്, ഫണ്ട് കുറയുകയാണെങ്കിൽ ദാറ്റ് ഈസ്
മീൻസ് ദാറ്റ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് കുറഞ്ഞു. നമ്മുടെ കയ്യിൽ ഒരു 10,000 ഉണ്ടായിരുന്നു, ട്രാൻസാക്ഷന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു 5,000 ഉള്ളൂ. മീൻസ് എന്താണ്, 5,000 പുറത്തേക്ക് പോയിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. ദാറ്റ് മീൻസ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. Further, if the transaction does not change the fund, it is said to have no flow of fund. ട്രാൻസാക്ഷൻസ് നടന്നു, അതിൽ ഫണ്ടിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എന്താ, ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. അക്കോർഡിംഗ് ടു വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് ഓഫ് ഫണ്ട്, ദി ടേം ഫ്ലോ ഓഫ് ഫണ്ട് മീൻസ് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. എ ട്രാൻസാക്ഷൻ വിച്ച് ഇൻക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ഇൻഫ്ലോ ഓഫ് ഫണ്ട്, വിച്ച് ഡിക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷന് എന്താ സംഭവിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയാണെന്ന് പറയുമ്പോൾ, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അവിടെ എന്താ മീൻ ചെയ്യുന്നത്, ഇൻഫ്ലോ ഓഫ് ഫണ്ടാണ്. നേരെ റിവേഴ്സ്, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ദാറ്റ് ഈസ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. അപ്പോൾ നോർമലി ഒരു ട്രാൻസാക്ഷൻ സംഭവിക്കുകയാണ്, ആ ട്രാൻസാക്ഷനിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു പോയി എന്ന് വെച്ചാൽ അവിടെ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടാണ്. വർക്കിംഗ് ക്യാപിറ്റൽ കൂടി എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഫ്ലോ ഓഫ് ഫണ്ടാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് ഫ്ലോ ഓഫ് ഫണ്ട് ഇൻക്ലൂഡ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. നെക്സ്റ്റ് റൂൾ, ദി ഫ്ലോ ഓഫ് ഫണ്ട് occurs when a transaction changes on one hand and non current, one current and another non current, and on the other hand current account. ദാറ്റ് മീൻസ് നോൺ കറൻറ്റ് അക്കൗണ്ടിലും കറൻറ്റ് അക്കൗണ്ടിലും വരുന്ന മാറ്റം കൊണ്ടാണ് അവിടെ ട്രാൻസാക്ഷനിൽ ചേഞ്ച് വരുള്ളൂ. ഒരേ ഐറ്റം ആണെങ്കിൽ നോൺ കറൻറ്റ് അസറ്റും കറൻറ്റ് അസറ്റും രണ്ട് കറൻറ്റ് അസറ്റ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഒരു കറൻറ്റ് അസറ്റ് കൂടി ഒന്ന് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ എഫക്റ്റ്, അവിടെ ഒരു എഫക്റ്റ് വരുന്നില്ല, ഒരു ഫ്ലോ വരുന്നില്ല. ബട്ട് നോൺ കറൻറ്റ് അക്കൗണ്ടും അതേപോലെ കറൻറ്റ് അക്കൗണ്ടും, നോൺ കറൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് നേച്ചറിലുള്ളത്, കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം നേച്ചറിലുള്ളത്. അപ്പോൾ നോൺ കറൻറ്റ് അക്കൗണ്ടുമാണ് കറൻറ്റ് അക്കൗണ്ടുമാണ് ഒരു ട്രാൻസാക്ഷനിൽ സംഭവിക്കുന്നതെങ്കിൽ അവിടെ ഫ്ലോ ഫണ്ട് സംഭവിക്കുന്നുണ്ട്. രണ്ടും ഒരേ നേച്ചറിലുള്ളതാണെങ്കിൽ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് സംഭവിക്കുന്നില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ചേഞ്ചസ് ഇൻ നോൺ കറൻറ്റ് അക്കൗണ്ട് ഫോളോഡ് ബൈ എ ചേഞ്ചസ് ഇൻ അനദർ നോൺ കറൻറ്റ് അക്കൗണ്ട്, or a changes in current account followed by changes in another current account will not result in flow of fund. ഒരേ നേച്ചറിലുള്ള അക്കൗണ്ടുകളിൽ തമ്മിലുള്ള മാറ്റം, ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു, വേറൊരു ഫിക്സഡ് അസറ്റ് കുറഞ്ഞു എന്ന് വെച്ചാൽ, അതല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ബൈ ഇഷ്യൂയിങ് ഷെയർസ്. നമ്മൾ പർച്ചേസ് ചെയ്തു, ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു, പക്ഷേ നമ്മൾ ക്യാഷ് അല്ല കൊടുത്തത്, നമ്മുടെ കമ്പനിയുടെ ഷെയറാണ്, ആ ക്യാഷിന് പകരം ഷെയറാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ അവിടെ നോൺ കറൻറ്റ് അസറ്റാണ് ഫിക്സഡ് അസറ്റ്. അതേപോലെ നോൺ കറൻറ്റ് ഐറ്റമാണ് ഏത്, നോൺ കറൻറ്റ് ലയബിലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റിയാണ് ഏതിനകത്ത് വരുന്ന ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഒരു ഫിക്സഡ് അസറ്റ് വന്നു, അതിന് പകരം നമ്മൾ ഷെയറാണ് ഇഷ്യൂ ചെയ്തത്. രണ്ടിലും നോൺ കറൻറ്റ് ഐറ്റമാണ്. നോൺ കറൻറ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഐറ്റം അല്ലാത്തത്, ഇവിടെ ഫിക്സഡ് അസറ്റും ഷെയർ ക്യാപിറ്റലാണ്, രണ്ടും നോൺ കറൻറ്റ് ഐറ്റമാണ്. ഇവിടെ വന്ന ട്രാൻസാക്ഷനിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, പക്ഷേ രണ്ടും നോൺ കറൻറ്റ് ഐറ്റമാണ്. അത് വർക്കിംഗ് ക്യാപിറ്റലിന് ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. ഫിക്സഡ് അസറ്റ് വന്നു, ഷെയർ ക്യാപിറ്റൽ കൊടുത്തു, ഷെയർസ് ഇഷ്യൂ ചെയ്തു, ദാറ്റ് മീൻസ് ഷെയർ ക്യാപിറ്റൽ കൊടുക്കല്ല, ഷെയർ ഇഷ്യൂ ചെയ്തു. ദാറ്റ് മീൻസ് അവിടെ സംഭവിക്കുന്നത് എന്താണ്, രണ്ട് ഫ്ലോയും നോൺ കറൻറ്റ് ഐറ്റമാണ്, അവിടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല. അതേപോലെ ഈ ട്രാൻസാക്ഷൻ സംഭവിക്കുമ്പോൾ രണ്ടും കറൻറ്റ് നേച്ചറിലുള്ളതാണെങ്കിൽ ചേഞ്ചസ് വരുന്നത് കറൻറ്റ് അക്കൗണ്ടിനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് സംഭവിക്കുന്ന, ഫ്ലോ ഓഫ് ഫണ്ട് സംഭവിക്കുന്നില്ല. കാരണം എന്താണ്, അവിടെ നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കറൻറ്റ് അസറ്റ് അല്ലേ. സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു, ഇപ്പോൾ 5,000 റുപ്പീസിന് നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, 5,000 കറൻറ്റ് അസറ്റ് കൂടി, സ്റ്റോക്ക് വന്നു കൂടി. ഈ സ്റ്റോക്കിന് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ കൊടുത്തത് ക്യാഷാണ്, റെഡി ക്യാഷാണ് കൊടുത്തത്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്, 5,000 രൂപയുടെ അസറ്റ് ഇങ്ങോട്ട് വന്നു, അതായത് സ്റ്റോക്ക് ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ 5,000 സ്റ്റോക്ക് കാണിക്കണം, അതേപോലെ 5,000 രൂപയുടെ ക്യാഷ് നമ്മൾ എടുത്ത് കൊടുക്കുകയും ചെയ്തു. സെയിം കറൻറ്റ് അസറ്റിൽ 5,000 രൂപ കുറയുകയും ചെയ്യും. അപ്പോൾ അവിടെ ഫ്ലോ ഫണ്ട് സംഭവിച്ചിട്ടില്ല അല്ലേ. 5,000 രൂപ വന്നു, സെയിം പോവുകയും ചെയ്തു, എടുത്തു കൊടുക്കുകയും ചെയ്തു. അവിടെ ഫ്ലോ ഫണ്ട് സംഭവിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് രണ്ടും നോൺ കറൻറ്റ് ഐറ്റം ആണെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യില്ല, രണ്ടും കറൻറ്റ് ഐറ്റം ആണെങ്കിലും അവിടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ. ഇനി മീനിങ് ഓഫ് ഫ്ലോ ഓഫ് ഫണ്ട്. ഓൾറെഡി നമ്മൾ ഫ്ലോ ഓഫ് ഫണ്ട് ഡിസ്കസ് ചെയ്തതാണ്.
Fund flow statement is a method by which study changes in financial position of an enterprise between beginning and ending financial statement. Fund flow statement may be defined as a statement of sources and application of fund is a technical device designed to analyze the changes in financial condition of business enterprise between two dates. രണ്ട് ഡേറ്റിനുള്ള ബാലൻസ് ഷീറ്റ് വെച്ച് അതിൽ ഓരോ ഐറ്റംസും നമ്മൾ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, അതിൻ്റെ ചേഞ്ചസ് എന്താ, അതിൻ്റെ എഫക്റ്റ് എന്താ, പ്രോസസ്സ് എന്താ, ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇതിനകത്ത് കാണിക്കുന്നത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഫണ്ടാണ്. ഇൻഫ്ലോ ഫണ്ട് ഈസ് ഓൾസോ നോൺ ആസ് സോഴ്സ് ഓഫ് ഫണ്ട്. ഫ്ലോ ഫണ്ടിൻ്റെ മീനിങ് നമ്മൾ എന്താ പഠിച്ചത്? മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്. മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഇൻഫ്ലോ ഉണ്ടാവും, ഔട്ട്ഫ്ലോയും ഉണ്ടാവും. ടു ടൈപ്സ് ഓഫ് മൂവ്മെൻ്റ് ഉണ്ടാവുക, ഇൻഫ്ലോ ഫണ്ട്, ഔട്ട്ഫ്ലോ ഫണ്ട്. ഇൻഫ്ലോ ഓഫ് ഫണ്ട് ഈസ് നോൺ ആസ് സോഴ്സസ് ഓഫ് ഫണ്ട്. ഔട്ട്ഫ്ലോ ഫണ്ട് ഈസ് നോൺ ആസ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. എവിടെയോ നമ്മൾ കൊണ്ട് അപ്ലൈ ചെയ്തിരിക്കുക ഫണ്ട്. ഔട്ട്ഫ്ലോ ഫണ്ട് പുറത്തേക്ക് പോയി. ഇൻഫ്ലോ ഓഫ് ഫണ്ട് സോഴ്സസ് ആണെങ്കിൽ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഓൾസോ നോൺ ആസ് യൂസസ് ഓഫ് ഫണ്ട്. നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്, യൂസസ് ഓഫ് ഫണ്ട്. അപ്പോൾ യൂസസും ആപ്ലിക്കേഷനും ഒന്നാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഫിക്സഡ് അസറ്റ് ഫോർ ക്യാഷ്. ദറ്റ് മീൻസ് ഒരു 10 lakhൻ്റെ ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 10 lakhൻ്റെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് നോൺ കറൻറ്റ് ഐറ്റമാണ്. കൊടുത്ത ക്യാഷ് കറൻറ്റ് ഐറ്റമാണ്. ഒരു കറൻറ്റ് ഐറ്റം ഒരു നോൺ കറൻറ്റ് ഐറ്റമാണ്. അവിടെ എന്താ സംഭവിച്ചത്? വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള 10 lakh ആണ് നമ്മൾ പുറത്തേക്ക് കൊടുത്തത്. അസറ്റ് അവിടെ വന്നിട്ടുണ്ട്, ഫിക്സഡ് അസറ്റാണ് വന്നിട്ടുള്ള, കറൻറ്റ് അസറ്റ് അല്ല. ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് കൂടിയാലും കുറഞ്ഞാലും വർക്കിംഗ് ക്യാപിറ്റലിന് എഫക്റ്റ് ചെയ്യില്ല. കറൻറ്റ് അസറ്റിൽ മാറ്റം വരണം, അപ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റലിന് എഫക്റ്റ് ചെയ്യുക. ഇവിടെ കറൻറ്റ് അസറ്റ് മാറി, ക്യാഷ് പോയി അല്ലേ? ക്യാഷ് പോയി എന്ന് പറഞ്ഞാൽ 10 lakh rupees നമ്മൾ കൊടുത്തു. അപ്പോൾ അവിടെ കറൻറ്റ് അസറ്റ് കുറഞ്ഞു. അവിടെ യൂസസ് ഓഫ് ഫണ്ടാണ് വന്നത്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. 10,000 നമ്മൾ ഫിക്സഡ് അസറ്റിൽ അപ്ലൈ ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാനായിട്ട് യൂസ് ചെയ്തു. യൂസസ് ഓഫ് ഫണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഓക്കെ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അത്രയും എഴുതിയാൽ എന്തായി? മീനിങ് ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷോസ് ദി ഇൻഫ്ലോ ഓഫ് ഫണ്ട് ആൻഡ് outflow of fund. That means it is a statement showing the sources of fund and application or uses of fund. The flow of fund. The figures shows the flow of fund. ഈ ഫിഗറിൽ നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവും ഫ്ലോ ഫണ്ടിനെ കുറിച്ച്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. എന്താണ്? ഫ്ലോ ഫണ്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, കറൻറ്റ് ലയബിലിറ്റി. ഇത് കറൻറ്റ് ഐറ്റമാണ്, കറൻറ്റ് ലയബിലിറ്റി. കറൻറ്റ് ഐറ്റമാണ് കറൻറ്റ് അസറ്റ്. ഇത് രണ്ടും എന്താണ്? കറൻറ്റ് ഐറ്റമാണ്. ഇനി നോൺ കറൻറ്റ് ഐറ്റമാണ് ഇത് നോൺ കറൻറ്റ് ഐറ്റമാണ്. നോൺ കറൻറ്റ് ലയബിലിറ്റി, അതായത് നോൺ കറൻറ്റ് അസറ്റ്. രണ്ടും നോൺ കറൻറ്റ് അസറ്റ് ഐറ്റമാണ്. നോൺ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടെ ഫിക്സഡ് അസറ്റ്, നോൺ കറൻറ്റ് ലയബിലിറ്റി, കറൻറ്റ് ലയബിലിറ്റി അല്ലാത്ത ലയബിലിറ്റീസ്, ഡിബഞ്ചർ ആവാം, ലോൺ ആവാം, പിന്നെ ഷെയർ ക്യാപിറ്റൽ വരുന്ന മാറ്റങ്ങളാവാം. നോൺ കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അതായത് കറൻറ്റ് ലയബിലിറ്റി അല്ലാത്തതല്ല നോൺ കറൻറ്റ് ലയബിലിറ്റിയിൽ വരും. ഇനി കറൻറ്റ് അസറ്റ് അല്ലാത്തതെല്ലാം എവിടെ വരും? നോൺ കറൻറ്റ് അസറ്റിൽ വരും. ഫിക്സഡ് അസറ്റ്, ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, അങ്ങനെയുള്ള സംഭവങ്ങൾ. കറൻറ്റ് ഐറ്റം, കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ക്യാഷ്, ഡെറ്റേഴ്സ്, BR, അങ്ങനെയുള്ള സ്റ്റോക്ക്, അതൊക്കെയാണ് കറൻറ്റ് അസറ്റിൽ. കറൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിൽസ് പേയബിൾ, അതേപോലെ ക്രെഡിറ്റേഴ്സ്, അതൊക്കെയാണ് കറൻറ്റ് ലയബിലിറ്റിയിൽ വരും. ഷോർട്ട് ടേം ലോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറൻറ്റ് ലയബിലിറ്റി. ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കറൻറ്റ് ലയബിലിറ്റിയിലാണ് വരും അല്ലേ? അപ്പോൾ കറൻറ്റ് അസറ്റ്, കറൻറ്റ് ലയബിലിറ്റി ഒരു ട്രാൻസാക്ഷൻ സംഭവിക്കുകയാണ്. ആ ഒരു ട്രാൻസാക്ഷനിൽ കറൻറ്റ് ലയബിലിറ്റിയും കറൻറ്റ് അസറ്റുമാണ് വന്നത്. ഈ രണ്ട് ഐറ്റമാണ് വന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല? ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവില്ല. ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. രണ്ടും കറൻറ്റ് ഐറ്റമാണ്. ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞു, അല്ലെങ്കിൽ രണ്ടും കൂടും, അല്ലെങ്കിൽ രണ്ടും കുറയും, അങ്ങനെ സംഭവിക്കുക. അവിടെ വർക്കിംഗ് ക്യാപിറ്റലിന് ഒരു മാറ്റം സംഭവിക്കില്ല. നേരെ തിരിച്ച് ഒരു ഐറ്റം ഇപ്പോൾ ട്രാൻസാക്ഷനിൽ ഒന്ന് കറൻറ്റ് ലയബിലിറ്റിയും ഒന്ന് നോൺ കറൻറ്റ് ലയബിലിറ്റിയാണ് വന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്തുണ്ട്? ഫ്ലോ ഓഫ് ഫണ്ട് സംഭവിക്കുന്നുണ്ട്. ഇവിടെ യെസ് ആണ് വരിക. ഫ്ലോ ഓഫ് ഫണ്ട് സംഭവിക്കും. ഇനി കറൻറ്റ് അസറ്റാണ് ഒരു ഐറ്റം നോൺ കറൻറ്റ് അസറ്റാണ്. അവിടെയും എന്ത് സംഭവിക്കും? ഫ്ലോ ഓഫ് ഫണ്ട് സംഭവിക്കും. ദർ ഈസ് എ ഫ്ലോ ഓഫ് ഫണ്ട്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ഉണ്ടാവും. ഇനി ഒരൈറ്റം നോൺ കറൻറ്റ് ലയബിലിറ്റിയും ഒരൈറ്റം കറൻറ്റ് അസറ്റും ആണെങ്കിലും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്?
വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് വരും. കറണ്ട് ലയബിലിറ്റിയാണ് ഒരൈറ്റം കറണ്ട് നോൺ കറണ്ട് അസറ്റും ആണ്. രണ്ടും ഒന്ന് കറണ്ടിലായിട്ടും ഒന്ന് നോൺ കറണ്ടും ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നത്? ദർ ഈസ് എ ഫ്ലോ ഓഫ് ഫണ്ട്. ഓക്കെ, അപ്പോൾ ഫ്ലോ ഓഫ് ഫണ്ട് സംഭവിക്കണമെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻ സംഭവിക്കണം. ദാറ്റ് മീൻസ് ഒരു ട്രാൻസാക്ഷനിൽ വരുന്ന ഐറ്റംസ് ഒന്ന് നോൺ കറണ്ട് ആണെങ്കിൽ മറ്റൊന്ന് കറണ്ട് ഐറ്റം ആയിരിക്കും. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സാണ് പറഞ്ഞിട്ടുള്ളത്.